മനസ്സിലാക്കണം അംബേദ്കറിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ്, അംബേദ്കർ പറഞ്ഞിട്ടുള്ള അംബേദ്കറിന്റെ റൈറ്റിംഗ്സിൽ തന്നെ കീ ആയിട്ടുള്ള അതിന്റെ ഫൾക്രമായിട്ട് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാതെ അംബേദ്കറിനെ വേറെ കോണ്ടെക്സ്റ്റിൽ കൊണ്ട് വെച്ച് വായിച്ചാൽ പലപ്പോഴും നമുക്ക് തോന്നും അംബേദ്കർ യൂണിഫോം സിവിൽ കോഡിനെ അംഗീകരിച്ചിട്ടുണ്ടെന്ന്. ഈ ജന്മം ശരിയാവില്ല, കഷ്ടം. ഞാൻ ഇത് വെല്ലുവിളിച്ച് ചോദിക്കുകയാണ്. അംബേദ്കറിനെ വായിക്കാത്ത അംബേദ്കർ റൈറ്റ്സിനെ കുറിച്ച് ഇവിടെ എൻ്റെ കോ സ്പീക്കർ ആയിട്ടുള്ള ശ്രീജിത്ത് പണിക്കർ പറയുന്നു. അംബേദ്കറിനെ വായിക്കാത്ത അംബേദ്കർ റൈറ്റ്സിനെ നിങ്ങൾക്ക് കിട്ടത്തില്ല. അംബേദ്കറിനെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഞങ്ങളൊരു ജ്ഞാന സമൂഹം തന്നെയാണ്. ഞാൻ തൊട്ട് മുമ്പേ, അതായത് ഒരു അരമണിക്കൂർ മുമ്പേ വേറെ ഒരു വേദിയിൽ ഈ സുഹൃത്ത് തന്നെ ഇരുന്ന് റിസർവേഷൻ എഫിഷ്യൻസിയെ കുറയ്ക്കുന്നു എന്നുള്ള വാദങ്ങൾ പറഞ്ഞത് അവിടെ ഇരുന്ന് കേട്ട ഒരു ദളിത് ബഹുജന സ്ത്രീയും കൂടെയാണ് ഞാൻ. അതായത് ചൂഷക ജാതിയിൽ നിന്നുള്ള മനുഷ്യർക്ക് ചൂഷിത ജാതിയിൽ നിന്നുള്ള മനുഷ്യരെ റെപ്രസെന്റ് ചെയ്യാമെന്നുള്ള കർത്തൃത്വ മനോഭാവം 2 പ്രാവശ്യം കേൾക്കേണ്ടി വന്ന ഗതികേട് ഉണ്ടായ ഒരു ദളിത് ബഹുജന സ്ത്രീയാണ് ഞാൻ. എന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ഇവിടെ വന്നിരുന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. അതായത് BR അംബേദ്കർ പറഞ്ഞതുപോലെ ജാതി ഉന്മൂലനമാണ് ഞങ്ങൾ എല്ലാം ആഗ്രഹിക്കുന്നതെന്ന് പറയുകയും ഈ ഒരു ഇരട്ടത്താപ്പിന്, അതായത് അംബേദ്കറിനെ കുറിച്ച് വായിക്കാതെ, അംബേദ്കറിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് മനസ്സിലാകാതെ, അംബേദ്കറിന്റെ ആന്റി ഓപ്പറേഷൻ എന്നുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള കീ കോൺസെപ്റ്റിനെ മനസ്സിലാകാതെ, വേദബ്രാഹ്മണ്യത്തെ തള്ളിപ്പറയാതെ ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. എൻ്റെ സുഹൃത്ത് മാളവിക അവിടെ പറഞ്ഞത്, ഞാൻ മുമ്പ് അപ്പുറത്ത് മറ്റൊരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്ന ചില വാദങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. എനിക്കുള്ള ഒരൊറ്റ അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. ഞാൻ വീണ്ടും പറയുന്നു, അംബേദ്കറിസ്റ്റുകൾ അംബേദ്കറെ പൂർണ്ണമായും വായിക്കണം. അംബേദ്കറിസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിലും മറ്റൊരാൾ പറയുന്നത് പൂർണ്ണമായും കേൾക്കണം. നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുക ഞാൻ പറയും. ഞാൻ അവിടെ പറഞ്ഞിരുന്നത്, എന്തുകൊണ്ട് ഇന്ത്യയിൽ ജാതി സെൻസസ് വേണ്ട എന്നതിനെപ്പറ്റി കോൺഗ്രസിന് പണ്ട് മുതൽ തന്നെ ഒരു നിലപാടുണ്ടായിരുന്നുവെന്നും ആ നിലപാട് ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട് എന്നും ഇന്ദിരാഗാന്ധി പറഞ്ഞിട്ടുണ്ട് എന്നും രാജീവ് ഗാന്ധി ആവർത്തിച്ചിട്ടുണ്ട് എന്നുമാണ്. 1961 അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലുള്ള എല്ലാ മുഖ്യമന്ത്രിമാർക്കും അയച്ചിരുന്ന ഒരു കത്ത്. ആ കത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഭാഗത്തിനെയാണ് ഞാൻ ഉദ്ധരിച്ചത്. നിങ്ങൾ എതിർക്കുന്നത് എന്നെയല്ല, ജവഹർലാൽ നെഹ്റുവിനെയാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഐ ഡിസ്ലൈക്ക് എനി കൈൻഡ് ഓഫ് റിസർവേഷൻ, more particularly in service. I react strongly against anything which leads to inefficiency and second-rate standards. ഈ ഇൻഎഫിഷ്യൻസി എന്ന പദമാണ് മാളവിക എനിക്ക് ആട്രിബ്യൂട്ട് ചെയ്തത്. അത് മാളവിക എന്നിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് ഞാൻ കേട്ടിരുന്നതല്ലേ, അത് മാളവിക എന്നിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് ജവഹർലാൽ നെഹ്റുവിലേക്കാണ് അയക്കേണ്ടത് എന്നുള്ളത് സോഴ്സ് ഉദ്ധരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ രാജീവ് ഗാന്ധിയുടേതാണ് അടുത്ത പ്രസ്താവന. രാജീവ് ഗാന്ധി പറഞ്ഞിരുന്നത്, നോ പ്രൊമോഷൻ ഓഫ് ഇഡിയറ്റ്സ് ഇൻ ദ നെയിം ഓഫ് റിസർവേഷൻ. ഞാനിത് പറയുമ്പോൾ പോലും ഞാൻ പറഞ്ഞു, ഇന്നത്തെ കാലത്ത് രാജീവ് ഗാന്ധിയെ ഉദ്ധരിച്ചാൽ അത് വിവാദമാകും. പക്ഷേ രാജീവ് ഗാന്ധി അന്ന് അലോക് മേത്തയ്ക്ക് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ പറയുകയാണ്, ഞാനതിനെ എൻഡോഴ്സ് ചെയ്യുന്നില്ല, പക്ഷേ കോൺഗ്രസിൻ്റെ നിലപാട് ഇങ്ങനെ ആയിരുന്നുവെന്ന് ശബരിനാഥനോട് ഞാൻ പറഞ്ഞതാണ്. നോ പ്രൊമോഷൻ ഓഫ് ഇഡിയറ്റ്സ് ഇൻ ദ നെയിം ഓഫ് റിസർവേഷൻ ആൻഡ് ദാറ്റ് പ്രൊമോട്ടിംഗ് ഇഡിയറ്റ്സ് ഇൻ ദ നെയിം ഓഫ് റിസർവേഷൻ വുഡ് ഹാം ദി എൻറ്റയർ കൺട്രി. എൻ്റെ അഭിപ്രായമല്ല. അതുകൊണ്ട് അവിടെ ഇരുന്നിട്ടായാലും ഇവിടെ ഇരുന്നിട്ടായാലും അംബേദ്കറിനെ കുറിച്ച് എനിക്കൊറ്റ നിലപാട് മാത്രമേ ഉള്ളൂ. അത് അംബേദ്കറിനെ വായിച്ചിട്ടാണ്, അംബേദ്കറിനെ മനസ്സിലാക്കിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അംബേദ്കറിസ്റ്റ് എന്ന് അവകാശപ്പെടുന്ന ആൾക്കാർ അംബേദ്കറിനെ വായിക്കുകയും വേണം, മറ്റുള്ള ആൾക്കാരെ വൃത്തിയായി കേൾക്കുകയും വേണം. യൂണിഫോം സിവിൽ കോഡ്, അംബേദ്കർ ഉദ്ദേശിച്ച യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ ഇത് തലശ്ശേരി ബിരിയാണി, കണ്ണൂർ ബിരിയാണി, കോഴിക്കോടൻ ബിരിയാണി, മലബാർ ബിരിയാണി എന്നിങ്ങനെ പല പേരുകളിൽ പറയുന്ന ബിരിയാണി പോലെയല്ല. ദർ ഈസ് ഓൺലി വൺ യൂണിഫോം സിവിൽ കോഡ്. നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള പൗരന്മാരുടെ സിവിൽ നിയമങ്ങൾ ഒന്നായിരിക്കണം. അംബേദ്കറിന്റെ ആഗ്രഹം അതായിരുന്നു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, പക്ഷെ അങ്ങനെ വന്നല്ലോ. നിങ്ങൾക്കത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇന്ന് പറയുന്ന രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം അംബേദ്കറുടെ രാഷ്ട്രീയത്തിൽ നിന്ന് വിഭിന്നമാണ് എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. ഇന്റർകാസ്റ്റ് മാരേജസ് 100%, ഞാൻ ഇന്റർകാസ്റ്റ് മാരേജസിനെ എൻഡോഴ്സ് ചെയ്യുന്ന ആളാണ്. 100%.
സോക്കോൾഡ് സവർണൻ സോക്കോൾഡ് അവർണനെ വിവാഹം കഴിക്കുമ്പോൾ മാത്രമല്ല ജാതി നോക്കുന്നത്. നമ്മൾ ഇന്ന് പറയുന്ന പിന്നാക്ക ജാതികൾ എന്ന് പറയുന്ന ജാതികളിലുള്ള ആൾക്കാർ അവരവരുടെ അതേ ജാതികളിലുള്ള ആൾക്കാരെയാണ് കല്യാണം കഴിക്കുന്നത്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? കുറവർ, പലയർ, പുലയർ, പറയർ എന്തെല്ലാം വിഭാഗങ്ങളുണ്ട്. കുറവരുമായിട്ടാണ് സാധാരണ നമ്മുടെ നാട്ടിൽ കല്യാണം കഴിക്കുന്നത്. കുറവരും പറയറുമായിട്ടല്ല, ഈഴവരും പുലയരുമായിട്ടല്ല സാധാരണ കല്യാണം കഴിക്കുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു സോക്കോൾഡ് സോഷ്യൽ അനീതി, അക്രമം എന്ന് പറയുന്ന കാര്യം എല്ലാ വിഭാഗങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. ഇതിനെ പൂർണ്ണമായി ഇല്ലാതെയാക്കണമെങ്കിൽ സർക്കാർ നിങ്ങളോട് ജാതി എന്ന് പറയുന്ന ഒരു കാര്യം ചോദിക്കരുത്. 100% ഞാൻ യോജിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ കാലത്തിനേക്കാൾ കൂടുതൽ പ്രസക്തി ഇന്നാണ്. ഇന്ന് നിങ്ങൾ പിന്നാക്ക ജാതിയാണെന്ന് നിങ്ങളോട് പറയുന്നത് ആരാ? മനുസ്മൃതിക്കാരാ? നിങ്ങൾ ധരിക്കുന്നത് എന്താ? എല്ലാ ഹിന്ദുവിൻ്റെ വീട്ടിൽ മനുസ്മൃതി വെച്ച് പൂജിക്കുന്നതാണോ? ഈ കൂട്ടത്തിൽ മനുസ്മൃതി വായിച്ചിട്ടുള്ള എത്ര ഹിന്ദുക്കളുണ്ട്? കൈപൊക്കൂ. ചോദ്യം ചോദിക്കും ഞാൻ. നിങ്ങളിൽ ഹിന്ദുക്കളില്ലേ? നിങ്ങളിൽ എത്ര പേര് മനുസ്മൃതി കണ്ടിട്ടുണ്ട്? മനുസ്മൃതിയുടെ ഒരു പ്രിന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എത്ര പേര് കണ്ടിട്ടുണ്ട്? ഇതാ ഇവിടെ ഒരാളാണ് കൈപൊക്കുന്നത്. ഞാൻ പറയുന്നത് ഈ മനുവാദത്തിൽ മനുസ്മൃതിയിൽ നിങ്ങൾ ഹിന്ദുക്കളെ തളച്ചിടേണ്ടതില്ല. ഏതെങ്കിലും ഒരു കാലത്തുണ്ടാകുന്നതിനാണ് സ്മൃതി. ആ കാലത്തെ നിയമമാണ്. ആ കാലത്തെ നിയമത്തിനെ അനുസരിച്ച് മറ്റൊരു കാലത്ത് നിന്ന് നിങ്ങൾക്ക് അടയാളപ്പെടുത്താനേ കഴിയില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഇനി അതല്ലാതെ പണ്ട് വിവാഹപ്രായം 18 സമയമുണ്ട്. 21 ആയതിനു ശേഷം 100 വർഷം കഴിഞ്ഞതിന് ശേഷം മനോരമ ഒരു ചർച്ച നടത്തുന്ന സമയത്ത് ശ്രീജിത്ത് പണിക്കർ എന്നൊരു വിദ്വാനുണ്ട്. ആ വിദ്വാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് 18ാമത്തെ വയസ്സിലാണ് എന്ന് പറഞ്ഞാൽ അന്നത്തെ നിയമം അതായിരുന്നു. ആ നിയമത്തിനെ മാറിയ കാലത്തിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞ് അതാണ് ഇന്ന് നിലനിൽക്കുന്നത് എന്ന് പറയുന്നത് അനീതിയാണ്. ആ കാലത്തുണ്ടായിരുന്ന സാമൂഹ്യ സാഹചര്യങ്ങളോ അന്നുണ്ടായിരുന്ന കാര്യങ്ങളോ അല്ല ഇന്നുള്ളത്. അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? നിങ്ങൾ 84 എന്ന് പറയുന്ന BNS ക്ലോസിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ മനഃപൂർവ്വം പറയാതിരിക്കുന്നത് BNS ക്ലോസ് 137ഉം 138ഉമാണ്. എന്തുകൊണ്ടാണ് അതിനെപ്പറ്റി പറയാത്തത്? എന്തുകൊണ്ടാണ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതിനെ പറ്റി പറയാത്തത്? എന്തുകൊണ്ടാണ് എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാരെ തട്ടിക്കൊണ്ടുപോകുന്നതിനെ പറ്റി പറയാത്തത്? ഇതിനാണ് പറയുന്നത് നമുക്കിഷ്ടമുള്ള സാധനത്തിനെ എടുത്ത് നമുക്ക് പറ്റുന്ന രീതിയിലത്തേക്ക് കാര്യം പറയുക എന്ന് പറയുന്ന നറേറ്റീവ്. ഈ നറേറ്റീവ് സൃഷ്ടിക്കലിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് താങ്കൾ കേട്ടിരിക്കുന്ന കാര്യം ശരിയായിട്ടല്ല കേട്ടിരിക്കുന്നതെങ്കിൽ അതിൻ്റെ പഴി എന്നിലേക്ക് റിഫ്ലക്ട് ചെയ്യരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ അവസരം തന്നതിന് നന്ദി. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. സ്ട്രീമിംഗ് യൂട്യൂബ് വീഡിയോ ഉണ്ടല്ലോ, അതിനകത്ത് ഇദ്ദേഹം പറഞ്ഞത് ആന്റി റിസർവേഷൻ സ്റ്റാൻഡാണോ അല്ലേ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഇത് അന്വേഷിക്കണം. അവിടെ വെച്ചിട്ടാണ് ഈ ഇൻഎഫിഷ്യൻസിയെ പറയുന്നത്. നിങ്ങളിത് പോയി കാണാവുന്ന കാര്യമാണ്. താങ്ക്സ് ടു യൂട്യൂബ് ആൻഡ് ലൈവ് സ്ട്രീമിംഗ് നൗ. അയ്യോ, അവന് കിട്ടിയതൊന്നും പോരാ. ആന്റി റിസർവേഷൻ സ്റ്റാൻഡ് തന്നെയാണ് പറഞ്ഞത്, മെറിറ്റ് ഇല്ലാന്ന് തന്നെയാണ് പറഞ്ഞത്. ഇനി ഈ ഡിബേറ്റ് കണ്ടിന്യൂ ചെയ്യണ്ട, നിങ്ങൾ പോയി കണ്ട് അഫേം ചെയ്താൽ മതി. ഒറ്റ മറുപടി മാത്രം. ഞാൻ അവിടെ സാമൂഹ്യമായിട്ടുള്ള സോഷ്യൽ ബാക്ക്വേർഡ്നെസ് ബേസ് ചെയ്തിട്ടുള്ള SC/ST റിസർവേഷനെ എതിർത്തിരിക്കുന്ന ഒരൊറ്റ ലൈൻ ഞാൻ അതിനകത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ട് കണ്ടാൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ നിങ്ങൾ പറയുന്ന പണി ചെയ്യും. ശ്രീജിത്ത് പണിക്കർ പറയുന്നു, പിന്നെ ഈ ജാതി നിർമൂലനമാണ് അംബേദ്കർ വിഭാവനം ചെയ്തിട്ടുള്ളത്. പക്ഷേ അംബേദ്കറേറ്റുകൾ ജാതി സെൻസസിന് വേണ്ടി നിലകൊള്ളുന്നു. കറക്റ്റ് അല്ലേ? അല്ല, എല്ലാ ഞാൻ പറയുന്ന ഡിസ്ക്ലൈമർ താങ്കൾ ഒരു വിഭാഗം അംബേദ്കറേറ്റുകൾ അല്ലല്ല. ഞാൻ പറഞ്ഞത് ഒരു വിഭാഗം ആൾക്കാർ, ഒരു വിഭാഗം ആൾക്കാർ എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു വിഭാഗം ആൾക്കാർ, എല്ലാവരെയും അല്ല എന്ന് 2 പ്രാവശ്യം ഞാൻ പറഞ്ഞു. ഒരിക്കൽ കൂടി അംബേദ്കറേറ്റ്സ് ദയവ് ചെയ്ത് പൂർണ്ണമായി കേൾക്കണം. അപ്പം സാർ അംബേദ്കർ കൃത്യമായിട്ടൊന്ന് വായിക്കണം. ഇല്ല, ഞാൻ എനിക്കില്ലാത്ത വാദത്തിനെ കുറിച്ചാണ് താങ്കൾ ചോദിക്കുന്നത്. ഞാൻ പറയാത്ത വാദം എന്റെ വായിൽ തിരികെ എന്നിൽ നിന്ന് ചോദ്യം ചോദിക്കുന്നതിൽ അർത്ഥമുണ്ടോ? ഞാൻ പറഞ്ഞതിനെ കുറിച്ച് പറയാം. അധികാരമുള്ളവനും തമ്മിലാണ് മിശ്രവിവാഹം നടക്കുക. അധികാരമില്ലാത്തവനും തമ്മിൽ എങ്ങനെ മിശ്രവിവാഹം നടക്കും? അപ്പൊ സാറ് ജാതി സെൻസസിനെ എതിർത്തുകൊണ്ട് ഇവിടെ ജാതി എല്ലാ കാലത്തും നിലനിർത്താനുള്ള സംഘപരിവാർ പക്ഷത്ത് നിന്നുകൊണ്ട് ആണ് സാർ സംസാരിക്കുന്നത്. ചേട്ടാ, ജാതി എന്യൂമറേറ്റ് ചെയ്യണമെന്നും എല്ലാവർക്കും ജാതി അടിസ്ഥാനത്തിൽ റിസർവേഷൻ നൽകണമെന്നും അംബേദ്കർ പറഞ്ഞിരുന്നോ? യെസ് ഓർ നോ? ചേട്ടാ ഒരു മിനിറ്റ്. യെസ് ഓർ നോ? ഒരാൾ യെസ് ഓർ നോ? മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഒരു മിനിറ്റ്. യെസ് ഓർ നോ? ഒരാൾ യെസ് ഓർ നോ? എളത് വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. എന്റെ ചോദ്യം യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. എന്റെ ചോദ്യം യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കല്ല, ഇവിടെ ആർക്ക് വേണമെങ്കിലും എന്നോട് തെളിവ് സഹിതം മറുപടി പറയാം. ജാതി, രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോകരുത്. ആദ്യത്തെ തീർന്നില്ല.
ആദ്യത്തേത് തീർന്നില്ല സുഹൃത്തെ. ഇന്ന് പറയുന്ന ജാതി സെൻസസ് എന്ന് പറയുന്നത് എല്ലാ വിഭാഗത്തിലുമുള്ള എല്ലാ ജാതികളുടെയും കണക്കെടുത്ത് അതിനാനുപാതികമായിട്ട് നമ്മുടെ വിഭവങ്ങൾ നൽകുക എന്ന് പറഞ്ഞാൽ അതിൽ സോക്കോൾഡ് വരേണ്യ വർഗ്ഗക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അവരാണ് സ്ട്രെങ്തിൽ കൂടുതലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് സാമൂഹ്യ പിന്നാക്കാവസ്ഥയുള്ള ആൾക്കാർക്ക് കിട്ടേണ്ടുന്ന വിഭവങ്ങൾ അങ്ങോട്ടും പോകും. പകരം തിരിച്ചല്ല സംഭവിക്കുന്നത്. അതാണ് നിലവിലെ ജാതി സെൻസസ്. എന്താ ഷൈട്ട് പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. ഇതല്ല ജാതി സെൻസസ് എന്ന് പറയുന്ന ഒരാളുമില്ല. രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ജിത്നി ആബാദി ഉത്നാ ഹക്ക്. എത്രത്തോളം പോപ്പുലേഷൻ നമ്മുടെ വിഭാഗത്തിൻ്റെത് കൂടുന്നോ അത്രത്തോളം അധികാരം നമുക്ക്. എന്ന് വെച്ചാൽ നായർ വിഭാഗത്തിന്റെ പോപ്പുലേഷൻ കൂടിയാൽ കൂടുതൽ അധികാരം നായർക്ക്, ക്രിസ്ത്യാനിക്കാണെങ്കിൽ അവർക്ക് കൂടുന്നതെങ്കിൽ അതിന്. ജാതി സെൻസസ് നിലവിൽ അതാണ്. അതല്ലാത്ത ഒരു ജാതി സെൻസസിനെ പറ്റി പറയൂ. ആ ജാതി സെൻസസിനോട് ഞാനൊപ്പമല്ല. വർക്കിച്ച യവൻ പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞ വെറും പുലിയല്ല, ഒരു സിംഹം. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.